ഹലോ. 1975 19 വയസ്സുകാരനായ ബിൽ ഗേറ്റ്സും 22കാരനായ പോൾ അലൻ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാര്. കമ്പ്യൂട്ടർ അന്ന് വ്യാപകമായിട്ടില്ല, അതിന്റെ ബേസിക്സ് ഒക്കെ ആളുകൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇവര് പല ആർട്ടിക്കിളിൽ നിന്നും അവർക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ ഇതിന്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഓൾട്ടയർ കമ്പ്യൂട്ടർ അതിന്റെ സോഫ്റ്റ്വെയർ ചെയ്യുന്നതിനെ പറ്റി, അതിന്റെ ബേസിക്സ് ഓപ്പറേഷൻ സോഫ്റ്റ്വെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത്. അങ്ങനെ ഇവരിലേക്ക് എത്തി, ഇവരതിന്റെ സോഫ്റ്റ്വെയർ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. അവരതിന്റെ സോഫ്റ്റ്വെയർ ചെയ്തു കൊടുക്കുന്നു. ആ സമയത്താണ് IBM എന്ന് പറയുന്ന കമ്പ്യൂട്ടറും അവരെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ സോഫ്റ്റ്വെയർസ് ചെയ്യാൻ വേണ്ടി ആളെ തിരക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരുടെ പോയിട്ട് അവർ പറഞ്ഞു, ഞാൻ ഇതിന്റെ ബേസിക് സോഫ്റ്റ്വെയർ ചെയ്തു തരാം എന്ന് പറഞ്ഞു. പക്ഷെ അവർക്കും അത്ര വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കമ്പ്യൂട്ടറിനെ പറ്റി കൂടുതൽ അറിയില്ലാത്തൊരു കാലമായിരുന്നുകൊണ്ട് ഇവരെ വിശ്വസിക്കുകയും ഇവരോട് ആ പണി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളില്, പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്, ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പിന്നെ അവർക്ക്. പഠനത്തോട് പഠനം, ഓരോന്നിനെ പറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് IBM-ന്റെ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ അവർ റെഡിയാക്കി കൊടുത്തു. അവിടെ നിന്നാണ് അവർ വിജയം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് വളരെ ചെറിയ രീതിയിൽ പോൾ അലനും ബിൽ ഗേറ്റ്സും കൂടിയാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ചെറിയൊരു കമ്പനിയായിട്ട് തുടങ്ങുന്നത്. അവിടെ നിന്ന് വളർന്നു വരുന്ന നമുക്കറിയാം ഇന്നത്തെ മൈക്രോസോഫ്റ്റ് എന്താണ്, ബിൽ ഗേറ്റ്സിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിലേ ഇൻ ഗ്രാറ്റിഫിക്കേഷൻ. സംഭവം സന്തോഷം എന്ന് കുറച്ച് വൈകിപ്പിക്കാം, സന്തോഷം കുറച്ചൊന്ന് വൈകിപ്പിക്കാം, അല്ലെ? മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രത്യേകത എന്താ? ക്ഷണികമായ ആഗ്രഹങ്ങളാണ് ആദ്യം നടത്തുക, ക്ഷണികമായ ഇഷ്ടങ്ങൾ, അല്ലെ? പെട്ടെന്ന് തോന്നുന്ന ഒരു ഇഷ്ടമാണ് പെട്ടെന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്യുക. അതുകൊണ്ടാണ് ഈ ആളുകൾ, കുട്ടികളും വലിയ ആളുകളും ഒക്കെ ജങ്ക് ഫുഡ് പെട്ടെന്ന് അഡിക്റ്റ് ആയി പോകുന്നത്, റീൽസിൽ അഡിക്റ്റ് ആയി പോകുന്നത്, സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയി പോകുന്നത്, വെറുതെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോണ്ടിയിരുന്ന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ക്ഷണികമായ ആഗ്രഹങ്ങൾ, പെട്ടെന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സമയം കളയാതെ വലിയതായിട്ട് ഇനി വരാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വലിയ വിജയം കാത്തു നിൽക്കുന്നുണ്ടാവും. മാർഷ്മെലോ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. മാർഷ്മെലോ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന ഒരു ക്യാൻഡിയാണ്. ഒരു സ്കൂളിലെ കുറെ കുട്ടികളെ വിളിച്ചിട്ട് ഒരു പാത്രത്തില്, ഒരു പ്ലേറ്റില് മാർഷ്മെലോ ക്യാൻഡി എടുത്ത് വെച്ചു കൊടുത്തിട്ട് കുട്ടികളോട് ടീച്ചേഴ്സ് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിക്കരുത്, 15 മിനിറ്റ് നേരം നോക്കിയിരിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 15 മിനിറ്റ് നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ക്യാൻഡിയും കൂടി തരും. പക്ഷെ അവര് സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല, ഇത് കഴിച്ചാൽ പ്രശ്നമാവുന്നൊന്നുമില്ല, നോക്കിയിരിക്കാം, 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരെണ്ണം തരും. ടീച്ചേഴ്സ് വാതിലൊക്കെ അടച്ചിട്ടിട്ട് പുറത്തുപോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് കുറെ പേരെടുത്ത് കഴിച്ചു, കുറച്ച് പേര് കഴിച്ചിട്ടില്ല. വീണ്ടും ടീച്ചേഴ്സ് പറഞ്ഞു, ഒരു 15 മിനിറ്റ് സമയം കൂടെ തരാം, വീണ്ടും കഴിക്കാതിരിക്കാൻ, വീണ്ടും 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിത് കഴിക്കാതെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് 5 ക്യാൻഡി തരാം. ഇതെല്ലാം കഴിഞ്ഞിട്ടോ ടീച്ചർമാർക്ക് പുറത്തു പോയി. പിള്ളേരിങ്ങനെ കളിച്ച് ചിരിച്ച്, അവിടെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ, പിള്ളേരെടുത്തൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 2-3 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും ക്യാൻഡി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് ഇതിനൊരു പരീക്ഷണങ്ങളൊക്കെ നടത്തി അതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് അറിയണത്, ഈ കഴിക്കാതിരുന്ന ആളുകൾ, അങ്ങനെ ഉള്ള ആളുകളിലാണ്, അവരാണ് ജീവിതത്തിൽ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ വിജയിച്ചതും, അവർക്കാണ് കോൺഫിഡൻസ് കൂടിയതും, അവർക്കാണ് ആത്മവിശ്വാസം ഉണ്ടായതും, ജീവിതത്തിൽ വിജയിച്ചതും, അവരെ ആഗ്രഹിച്ച ഗോളിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോ നമ്മളെന്താ, ചെറിയൊരു കാര്യത്തിന് വേണ്ടി അപ്പോ കിട്ടുന്ന, അതായത് ക്ഷണികമായിട്ട് കിട്ടേണ്ട ക്യാൻഡി അപ്പൊ തന്നെ എടുത്ത് കഴിക്കാതെ വീണ്ടും അടുത്തൊരു ക്യാൻഡി കിട്ടാൻ 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അടുത്തൊരു ക്യാൻഡി കിട്ടുമെന്നും, വീണ്ടും ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അടുത്ത 5 ക്യാൻഡി കിട്ടുമെന്നും വിശ്വസിച്ചു. അത് അവന്റെ ആഗ്രഹത്തിന് അവൻ ചെറിയൊരു അവധി കൊടുത്തു, ചെറിയൊരു താമസം. അത് കഴിഞ്ഞപ്പോൾ വലിയ ക്ഷണികമായ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്ത് വലിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് വിജയം കൂടുതൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ഈറ്റിംഗ് ദ ഫ്രോഗ്.
നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഈറ്റിംഗ് ദ ഫ്രോഗ് എന്ന് വെച്ചാൽ ഒരാളോട് ഒരു ദിവസത്തില് അയാളോട് പറയണം, ഒരു ദിവസത്തില് നിങ്ങളൊരു തവളയെ തിന്നണം. ഒരു ഇതിൽ തവളയെ ഇട്ടിട്ടുണ്ട്, കുറച്ച് 10-20 പേരെ വിളിച്ചിട്ട് പറഞ്ഞു ഫ്രോഗിനെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, ഇതിൽ ഫ്രോഗിനെ തിന്നണം. ഒരു ഫ്രോഗിനെ തിന്നു കഴിഞ്ഞാൽ 1 കോടി രൂപ തരും. ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആളുകള് കുറെ പേരൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, എന്താണ് ഫ്രോഗിനെ തിന്നോ, ഫ്രോഗ് തിന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതല്ലേ, ഫ്രോഗിനാകെ ഒരു മണല്ലേ, അതല്ലേ ഇതല്ലേ, അത് പിടക്കില്ലേ, ജീവനോട് കൂടിയല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ഇരുന്നു. പക്ഷെ ഒരു വലിയ വിജയം ആഗ്രഹിച്ചിരുന്ന ഒരാള് വേറെ ഒന്നും ചെയ്തില്ല, അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്ത് ഓടി വന്നിട്ട് ആ തവളയെ പിടിച്ചാണ് വിഴുങ്ങിയിട്ട് പോയി 1 കോടി രൂപ മേടിച്ചിട്ടാണ് പോയി. മറ്റുള്ളവരൊക്കെ നോക്കിയിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ആളുടെ ആഗ്രഹത്തിന് ഓരോരുത്തരും ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് പിന്നെ ആവാം എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞു പോവുക ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾക്ക് ചെയ്യുന്ന കാര്യത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാറില്ല. ജാർ ടെക്നിക്സ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു ജാറ് കുട്ടികളെ ഒരു 10-15 കുട്ടികളെ ഇരുത്തിയിട്ട് അവർക്ക് വലിയൊരു ജാറ് കൊടുത്തു. ആ ജാറിലേക്ക് കുറച്ച് പാറക്കഷ്ണങ്ങൾ, പൊട്ടിച്ച പാറക്കഷ്ണങ്ങൾ, മണല്, പിന്നെ അതുപോലെ തന്നെ ചെറുപയറ്, പിന്നെ കുറച്ച് പൊടി, മണൽ തരികള്, പൊടി, അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അവരോട് ഇതൊന്ന് പാത്രത്തിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. പാത്രത്തിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. കുട്ടികളെല്ലാവരും പെട്ടെന്ന് ആദ്യം തന്നെ, മിക്കവാറും കുട്ടികളെല്ലാം ആദ്യം വെള്ളം എടുത്തൊഴിച്ചു, അതിലേക്ക് പൊടി ഇട്ടു, ഇതിട്ടു ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഇട്ടു. ലാസ്റ്റ് കല്ലിടാനും ഇതിടാനൊന്നും സ്പേസ് ഇല്ലാതെ പിള്ളേര് ഭയങ്കര വിഷമിച്ച് കുറെ സാധനം ബാലൻസ് ആയിട്ട് ആ ടേബിളിൽ മുഴുവൻ വെള്ളമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ച. അതിൽ 2 കുട്ടികൾ മാത്രം പതുക്കെ ആലോചിച്ചതിന് ശേഷം എടുത്തു ചാടിയൊന്നും ചെയ്യാതെ ആദ്യം വലിയ കഷ്ണങ്ങള് കല്ലെടുത്ത് അതിലേക്ക് ഇട്ടു, അതൊക്കെ ഒന്ന് കുലുക്കി കഴിഞ്ഞതിന് ശേഷം ആ ചെറുപയർ വീണ്ടും അതിനേക്കാളും വലിയ സംഭവങ്ങളും കൂടി എടുത്തിട്ടു. അതിനുശേഷം എന്താ ചെയ്ത ആ മണൽ തരികൾ ഇട്ടു. മണൽ തരികൾക്ക് ശേഷം ആ പൊടി ഇട്ടു. അതിനുശേഷം അവർ പതുക്കെ നനക്കി കൊടുത്തിട്ട് പതുക്കെ വെള്ളം ഒഴിച്ച് ആ കയ്യിൽ തന്നിരുന്ന 1 ഗ്ലാസ് വെള്ളം, ഉണ്ടായിരുന്ന വെള്ളം ഇങ്ങനെ കുലുക്കി അതിൽ സ്പേസ് ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ സ്പേസ് വന്നിട്ട് ആ ജാറ് മുഴുവൻ ഫില്ല് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാം? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാറില്ല അല്ലെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും മനസ്സിലാക്കാതെ പലതുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല. ഇവിടെ നമ്മൾ ഡിലേ ഇൻ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഇന്നത്തെ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ ഊന്നി പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ സന്തോഷത്തിന് ഒരു അവധി കൊടുക്കുക. ഇത്തിരി കഴിഞ്ഞിട്ട് മതി, എന്റെ യഥാർത്ഥ സന്തോഷം ഞാൻ വെയിറ്റ് ചെയ്യാണ്, യഥാർത്ഥ സന്തോഷത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്റെ കഴിവ് ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ 15 മിനിറ്റ് കാത്തിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവനൊരു ക്യാൻഡി കിട്ടുമെന്ന് അവൻ വിശ്വസിച്ചപ്പോൾ അവൻ 15 മിനിറ്റ് കാത്തിരുന്നു. വീണ്ടും ഒരു 15 മിനിറ്റ് കാത്തിരുന്ന് കഴിഞ്ഞപ്പോ അവർ വീണ്ടും 5 എണ്ണം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും കാത്തിരുന്നു. ചിലർ കാത്തിരിക്കാൻ തയ്യാറായില്ല. അപ്പൊ വലിയ വിജയങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, വലിയ വിജയങ്ങൾ കാണുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുക. ലോകത്തിലെ, നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ APJ അബ്ദുൽ കലാം സാറ് അല്ലെ, അതുപോലെ തന്നെ വാരൻ ബഫറ്റ്, അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരെല്ലാവരും ജീവിതത്തിൽ തങ്ങളുടെ വിജയങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ആളുകളാണ്. ഓടിച്ചാടി വിജയം കണ്ടെത്തിയവരല്ല. മറ്റുള്ളവര് ഉറങ്ങിയ സമയത്ത് അവർ എണീറ്റിരുന്നു. മറ്റുള്ളവർ വെറുതെ സമയം കളഞ്ഞപ്പോൾ അവർ സ്വപ്നങ്ങൾ കണ്ടു. മറ്റുള്ളവർ ഒന്നും ചിന്തിക്കാതിരുന്നപ്പോൾ അവർ നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിച്ചു, അവര് വിജയങ്ങളെ പറ്റി ചിന്തിച്ചു, അവർ കാര്യങ്ങൾ നടക്കുന്നതിനെ പറ്റി വിഷ്വലൈസ് ചെയ്തു, അവരുടെ ജീവിതത്തിലേക്ക് വിജയം വരുന്നതിനെ പറ്റി അവർ ആഗ്രഹിച്ചു. അവർ ഉറക്കം നഷ്ടപ്പെട്ടു. അവർ ഉറങ്ങാനല്ല ചെയ്തത്, അവർ വളരെ കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ളൂ. വളരെ നേരത്തെ എണീറ്റു. നേരത്തെ എണീറ്റ് അവര് സ്വപ്നങ്ങളെ പറ്റി ആലോചിക്കുന്നു, ചിന്തിക്കുന്നു. കിടന്നുറങ്ങുന്നത് പോലും സ്വപ്നങ്ങളിലൂടെയാണ്. APJ അബ്ദുൽ കലാം സാറാണ് നമ്മൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അല്ലെ. വെറും സ്വപ്നമല്ല, ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കണം. വെറുതെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്ന് നമ്മളെ മലയാളികളെ പഠിപ്പിച്ച APJ അബ്ദുൽ കലാം സാർ. ഇവിടെയാണ് ഈ ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ ജീവിതത്തിൽ വിജയിച്ച ആളുകൾ. അവര് ഏത് സമയം കിടന്ന് ഉറങ്ങായിരുന്നില്ല, ഏത് സമയം അവര് സോഷ്യൽ മീഡിയയിലായിരുന്നില്ല, ഏത് സമയം അവര് വെറുതെ വർത്താനം പറഞ്ഞിരിക്കായിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടപ്പാടുകള്, ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തിട്ട് അവർ വലിയ വിജയത്തിന് വേണ്ടി സ്വപ്നം കണ്ടു. നിങ്ങൾക്കും എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം കാണുക. ക്ഷണികമായ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് വീണ്ടും ഒരു വലിയ വിജയം നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ വിജയം കാത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.